ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് നല്ലൊരു അടിപൊളി പച്ചടിയാക്കിയാലോ. പൈനാപ്പിൾ പച്ചടിയാക്കാം നമുക്കിന്ന്. അപ്പോൾ ഇതാ പൈനാപ്പിളെല്ലാം ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഉള്ളിയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി പെരക്കി വെക്കാം. അപ്പോൾ ഉള്ളിയും ഉപ്പിട്ട് നന്നായി പെരക്കി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ലേശം തേങ്ങയും പച്ചമുളകും കൂടെ നന്നായി അരച്ചെടുക്കാം. മുതിയനെ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പം ആവശ്യത്തിന് എന്താ പറയണ്ടത്, ലേശം തൈര് ഒഴിച്ച് പുളി നല്ലോണം പുളി വേണ്ടുന്നവർക്ക് നല്ലോണം ഒഴിക്കുക, അല്ലെങ്കിൽ ചെറുങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ ചെറിയൊരു മധുരവും കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താ തേങ്ങ ഒഴിച്ച് ഇനി ലേശം തൈരും കൂടി ഒഴിക്കണം. തൈര് ഒഴിക്കട്ടെ. തൈര് ഒഴിച്ചിട്ട് ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാടൻ തൈരാണ്. അങ്ങനെ ഇതാ നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ല ഉപ്പും എല്ലാം നോക്കുക. പാകത്തിനാണ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വറവിട്ട് കൊടുക്കാം. ഇങ്ങനെ പറങ്കിയും കടുവും കറിവേപ്പിലെല്ലാം കൂടെ വറുത്തിട്ടു. അങ്ങനെ അടിപൊളി നമ്മളെ പൈനാപ്പിൾ പച്ചടിയുടെ റെഡിയായി.